الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوا هم يغفرون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വിശ്വാസത്തിലുമെല്ലാം അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും കൽപ്പനാ നിർദ്ദേശങ്ങളെ ശരിയായ രൂപത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് പെരുമാറുമ്പോഴുള്ള പരാജയമാണ്. എത്രമാത്രം സമ്പത്തും കാര്യങ്ങളൊക്കെ ചെലവഴിച്ചിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുനടക്കുന്നത്. പക്ഷെ ആ മക്കളോട് ഒരു നല്ല നിലക്ക് പെരുമാറാനോ ഒരു നല്ല ബന്ധമുണ്ടാക്കാനോ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് പെരുമാറ്റത്തിന്റെ പ്രശ്നമാണ്. നമ്മളുടെ ജീവനക്കാരോടും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് നാം ഇടപഴകുന്ന എപ്പോഴോ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടിയ ഒരാളോട് പോലും ശരിയായ രൂപത്തിൽ പെരുമാറാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത് ബോധപൂർവമല്ല. പക്ഷെ പെരുമാറ്റവും സ്വഭാവവുമാണ് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനം. നിങ്ങളാച്ചു നിങ്ങളുടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ മക്കളോ ആരാവട്ടെ, അവരെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ സങ്കടം അവരോട് നല്ല രൂപത്തിൽ പെരുമാറാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ പെരുമാറ്റം. അതിലെപ്പോഴെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ മാനസികമായി തളർന്നു പോകും ചെയ്യും. ഭയങ്കര ടെൻഷനായിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, എന്തിനു ഞാൻ അങ്ങനെ പറഞ്ഞത്, സംസാരിച്ചത്. അത് പിന്നെ വർഷങ്ങളോളം മനസ്സിലങ്ങനെ ആലോചിച്ചു കൊണ്ട് നടക്കുന്നു. നമുക്കറിയാം, അധികം സംസാരിക്കും പെരുമാറൊന്നും വേണ്ട. മഹാനായ റസൂൽ കരീം സാസ്മനെ കാണാൻ വേണ്ടി വരുന്ന ഒരാള് നിശബ്ദമായി പ്രവാചകന്റെ ആ ഭാവങ്ങളെയും പെരുമാറ്റ രീതികളെയും കണ്ടാൽ പോലും ഒരാൾ മുസ്ലിം ആയിരുന്നു. അപ്പൊ ആ പെരുമാറ്റങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടെയും എത്രമാത്രം ആകർഷകമായിട്ടാണ് നിർവഹിച്ചത് നമുക്കറിയാൻ പറ്റും. ഒരു പക്ഷേ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് സാധിച്ചാൽ
നമ്മുടെ ദാമ്പത്യം, നമ്മുടെ മക്കളുമായുള്ള ബന്ധം, നമ്മൾ സമൂഹവുമായുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മുടെ വ്യവസായങ്ങൾ, വ്യവഹാരങ്ങൾ, അവിടെയൊക്കെയുള്ള നമ്മുടെ സഹപ്രവർത്തകർ, ബന്ധുക്കൾ, കീഴ്ജീവനക്കാർ, ഇവരോടൊക്കെയുള്ള നമ്മുടെ പെരുമാറ്റത്തെ നന്നാക്കുന്നതിലൂടെ വളരെ വലിയൊരു ജീവിത മാറ്റം തന്നെ ഒരുപക്ഷെ നമുക്ക് സാധ്യമായേക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഭാവത്തിന്റെ മഹത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖൻ. അതായത് ഈമാൻ, ഏറ്റവും വിശ്വാസികളിൽ ഈമാൻ പൂർണ്ണമായ ആൾ, ഒരാളുടെ ഈമാൻ പരിപൂർണമാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അയാളുടെ സ്വഭാവം നന്നാകുമ്പോഴാണ്. അതായത് വിശ്വാസം എന്നത് അവിടെ വെറുതെ കിടക്കൂല. അത് വിശ്വാസം ഉള്ളിൽ കയറിയാൽ അത് അവിടെ വർക്ക് ചെയ്യും, പ്രവർത്തിക്കും. ആ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ സ്വഭാവ പെരുമാറ്റങ്ങളെ ബാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് പൂർണ്ണതയുള്ളൂ. ഇന്ന റജുൽ ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജത സ്വാഇമിൽ ഖായിം. എപ്പോഴും നമസ്കരിക്കുന്ന അതേപോലെ തന്നെ ഒരു നോമ്പ് നോൽക്കുന്ന ഒരാളുടെ പദവിയിലേക്ക് എത്താൻ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ? സാധിക്കുന്നതാണ്. എങ്ങനെ? അവന്റെ സ്വഭാവ ഗുണവിശേഷണങ്ങളും. നിസ്കാരത്തിനും നോമ്പിനൊക്കെ കിട്ടുന്ന ദറജ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും കിട്ടുമെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രല്ല, മാമിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാൻ, നാളത്തെ അള്ളാഹുവിന്റെ തുലാസിൽ നന്മയും തിന്മയും തൂക്കുമ്പോ നന്മക്ക് മുൻതൂക്കം ലഭിക്കുവാനുള്ള വഴിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏറ്റവും കനം തൂങ്ങുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ മിൻ ഖുൽഖിൻ ഹസൻ, നല്ല സ്വഭാവമാണെന്നാണ്. അപ്പൊ സ്വഭാവ പെരുമാറ്റങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമതായി വിശുദ്ധ ഖുർആനിൽ മാത്രം പറയുന്ന ചില കാര്യങ്ങളാണ്, ചില ആശയങ്ങളാണ് പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം, ഫലമില്ലാതെ തോന്നുകയാണെങ്കിൽ നമ്മൾ അവഗണിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നമ്മൾ കയറി പെരുമാറാനും മറുപടി പറയാനും തർക്കിക്കാനും വാശി പിടിക്കാനൊന്നും പോകരുത്. അതായത് ചിലപ്പോൾ വിവരം കുറഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും, പെരുമാറാൻ അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാഹിൽ എന്നാണ്. അങ്ങനത്തെ ആളുകളോട് പെരുമാറാൻ പോയാൽ എന്താ അറിയും? നമ്മൾ വളരെ മാന്യനായിരിക്കും, നമ്മളേറ്റവും നല്ല ആളായിരിക്കും, പക്ഷെ അയാളോട് പെരുമാറുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പെരുമാറ്റത്തിൽ മോശമായി പോകുന്നതാണ്. അത് ഹുദിൽ അഫു, സമ്പൂർണമാണ് ഈ വാക്ക്. അറാഫിലെ 199 ഹുദിൽ അഫു, ഇത് വിട്ടുവീഴ്ച കൊടുക്കുന്നതാണ്. നമ്മൾ ആര് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്താലും അയാൾക്ക് നമ്മൾ വിട്ടുവീഴ്ച. എന്താ വിട്ടുവീഴ്ച പറഞ്ഞാൽ? വിവരമില്ലാതെ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അത് അയാൾക്ക് അറിയാണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ പ്രായക്കുറവ് കൊണ്ടായിരിക്കും. എന്ത് ചെയ്താലും അത് അന്യായവും അനീതിയുമാണെങ്കിൽ അതിലൊരു മാപ്പ് കൊടുക്കുവാനുള്ള മനസ്സ്. വഅ്മുർ ബിൽ ഉർഫ്, നല്ലത് പറഞ്ഞു കൊടുക്കുക. ആരോട് എന്ത് പറയുമ്പോഴും അത് നല്ലതായിരിക്കും. ആ സംസാരം ശൈലി, അത് ഉൾക്കൊള്ളുന്ന കാര്യം നല്ലത് സംസാരിക്കും. സംസാരങ്ങളെല്ലാം നല്ലതാക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറ്റത്തിൽ പിഴവ് വരുത്തുക? വഅരിദ് അനിൽ ജാഹിലീന്നാണ്. ജാഹിലീങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവരെ അവഗണിക്ക, തിരിഞ്ഞു കളയാൻ. ഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അവിവേകികളായ, വിവരമില്ലാത്തവരായ, പെരുമാറാൻ അറിയാത്തവരായിട്ടുള്ള, അല്ലെങ്കിൽ തങ്ങളുടെ ദുർന്യായങ്ങളിൽ ഉറച്ചു നിന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകളോടൊക്കെ അവര് സമാധാനത്തിന്റെ വാക്ക് പറയുന്നവരാണ്, നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്ന് പറയുന്നത്. അപ്പോ പെരുമാറപ്പെടുന്ന വ്യക്തി ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ നമ്മൾ നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരാളാണ്, എപ്പോഴും അയാളുമായി വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ അയാളുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ പ്രശ്നത്തെ പോലെ തന്നെ അയാളുടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനത്തെ ആളുകളോട് പിന്നെ പെരുമാറുമ്പോഴെങ്കിലും ഇയാളോട് ഞാൻ ഇങ്ങനെ തർക്കിക്കാൻ പാടില്ല, ഇതേപോലെ ഇടപെടാൻ പാടില്ല എന്ന തിരിച്ചറിവ് ബുദ്ധിയുള്ള ആളുകൾക്ക് ഉണ്ടാവേണ്ടേ. അല്ലെങ്കിൽ നമ്മളും ആ സ്ഥാനത്തല്ലേ വരിക, ആ ജാഹിൽ എന്ന് പറഞ്ഞ സ്ഥാനത്തല്ലേ നമ്മൾ വരിക. മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ ആ പെരുമാറ്റങ്ങൾ എന്ത് ചെയ്യണം? അവർ പെരുമാറാനും പറ്റുന്ന ഒരു വിവേകമില്ലാത്ത ആളുകളാണെങ്കിൽ അവരോട് എന്ത് ചെയ്യാം? നമ്മൾ അതിനനുസരിച്ച് പെരുമാറുവാനും അതിൽ വെറുതെ തർക്കിക്കാൻ പോകാതിരിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തെറ്റായ ചില വാദങ്ങൾ എപ്പോഴും പറഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരോട് നമ്മൾ തർക്കിക്കാൻ പോയാൽ സമയം പോകുക എന്നല്ലാതെ ആ തർക്കത്തിന് ഒരിക്കലും ഒരു വിജയമോ നല്ല പരിസമാപ്തിയോ ഉണ്ടാവുകയില്ല എന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ സംസാരങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്ന് ആലോചിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞ എവിടെ ആരോട് പറഞ്ഞാലും അവിടെ തെറ്റി. അങ്ങനെ തെറ്റിനുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ, നമ്മുടെ സംസാരത്തിന്റെ ശൈലിക്ക് എന്തോ പ്രശ്നമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മുടെ ഏറ്റവും നല്ല ആരാധനയും സ്വഭാവവും ഒക്കെ സ്വീകരിക്കുന്ന ആളുകളാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരോട് ഇടപെട്ടാലും അവിടെ തെറ്റി. അങ്ങനെ തെറ്റാൻ പാടുണ്ട്. അപ്പൊ നമുക്കെന്തോ കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നമ്മളെക്കാളും മുതിർന്ന സ്ഥാനത്തുള്ള ഒരാളാണെങ്കിലും
താഴെയുള്ള ഒരു സ്ഥാനത്തുള്ള ആളുകൾ രണ്ടാളോടും പെരുമാറാൻ പറ്റുന്ന ഒരു ശൈലിയുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആളുടെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തതല്ലേ പ്രശ്നം. അതിൻ്റെ കഴിയുണ്ട്. ഇപ്പൊ ഫിറൗനോട് സംസാരിച്ചപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം എങ്ങനെ സംസാരിച്ചത്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്കാ വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. ഫിറൗൻ പറഞ്ഞാൽ ആ നാടിന്റെ പരമാധികാരിയായ ഒരു രാജാവാണ്. മാത്രമല്ല അവൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാനാണ് പോണത്. അപ്പൊ അള്ളൊരു ശൈലി പഠിപ്പിച്ചു കൊടുക്കാൻ. എന്താണ് ആ ശൈലി? ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്കാ വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. ഞാന് നല്ലൊരു വഴി നിനക്ക് കാണിച്ചു തരാം. നീ നല്ലൊരു മനുഷ്യനാകാൻ, ഒരു സംസ്കാരമുള്ളവനാകാൻ ഒരുക്കമാണോ? അതൊരു കൽപ്പനയല്ല, ഒരാവശ്യപ്പെടലല്ല, മറിച്ച് എന്താ പറയുക, ഒരു ശൂറയാണ്, ഒരു ചർച്ച. നമുക്ക് എല്ലാരോടും അങ്ങനെ സംസാരിക്കാൻ പറ്റും. എല്ലാരോടും. നമ്മുടെ താഴെയുള്ള ഒരാളാണെങ്കിൽ എന്തിനാ നമ്മൾ കൽപ്പിക്കണ സുഹൃത്തുക്കളെ? നമ്മുടെ ഒരു സ്വേച്ഛാദികളെ പോലെ, ഒരു അധികാരികളെ പോലെ അഹങ്കാരത്തോടെ പറയേണ്ട കാര്യം എന്താ? ഏറ്റവും വിനീതനായ, നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, നമ്മളും അയാളും തമ്മിൽ സ്ഥാനത്തിലോ മാനത്തിലോ പണത്തിലോ ഒക്കെ എത്ര അകലമുണ്ടെങ്കിലും എന്താണ് അയാളോട് ഒരു നല്ല രൂപത്തിൽ സംസാരിച്ചാൽ എന്താണ്? പലപ്പോഴും പറയും, നമ്മൾ ഒരുപക്ഷെ നമ്മളെ നിരന്തരമായി നമുക്ക് സേവനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കൽപ്പിക്കേണ്ട. നമ്മുടെ കാറെടുത്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ കാര്യം പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ, നമുക്ക് അങ്ങനെ പോയിക്കൂടെ, നമുക്കൊരു യാത്ര, ഒരു ചെറിയൊരു ട്രിപ്പ് ഒന്ന് പോകേണ്ടതുണ്ട് എന്ന് പറയുന്നത് എത്ര നല്ലൊരു ശൈലിയാണ്, എത്ര നല്ലൊരു രൂപമാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. നീ ജനങ്ങളോട് മുഖം കോട്ടരുത്. മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾക്കൊരു വിനയമോ ആളുകളോട് പെരുമാറാനുള്ള ഒരു വിനീത അവസ്ഥയോ ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ, മുഖത്തൊരെപ്പോഴും ഒരു കോട്ടം നിനക്കുണ്ടാവരുത്. എല്ലാ സന്ദർഭത്തിലും ആളുകളോട് ഒരു അഹങ്കാരത്തിന്റെ മനസ്സോടെ പെരുമാറും. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. എല്ലാ അഹങ്കാരിയെയും ദുരഭിമാനിയെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടെ വിനീതമായി പെരുമാറാനുള്ള ഒരു കാര്യം. വലാ തംശി ഫിൽ അർളി മറഹ. അഹങ്കാരത്തോടെ നീ ഭൂമിയിൽ നടക്കരുത്. ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. ഖുർആന്റെ പ്രയോഗം നോക്കുന്നുണ്ട്. ഇങ്ങനെ ആ നടത്തം കണ്ടാൽ നീ കാലെടുത്ത് വെക്കുമ്പോൾ ഭൂമി പിളർന്നു പോകും. അത്ര ശക്തി ഉണ്ടോ നിന്റെ അഹങ്കാരത്തിന്? അല്ലെങ്കിൽ ഒരു പർവ്വതത്തോളം നീ ഉയർന്നു പോകും. ആ നടത്തത്തിന്റെ ഒരു ശൈലിയെ പോലും ഖുർആൻ എത്ര സാഹിത്യപരമായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി മനസ്സിലാക്കി തരുന്ന ആലോചിച്ച് നോക്കുന്നെങ്കിൽ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ സ്ഥാനമോ നമ്മുടെ മഹത്വമോ, അപ്പൊ നമ്മൾ ഭർത്താവാണെന്നുള്ള ഒരു അഹങ്കാരത്തിലും രാജകീയത്തിലും ഭാര്യയോട് പെരുമാറിയാൽ കാലകാലം ആ പെണ്ണിനൊരു സ്വൈരം ഉണ്ടാവില്ല. നമ്മുടെ അധ്യാപകനാണ്, ആയിക്കോട്ടെ സുഹൃത്തുക്കളെ, എങ്കിലും നമ്മുടെ വിദ്യാർത്ഥികളോട് സൗമ്യമായി സംസാരിക്കുന്നതിന് എന്താ ഒരു പ്രശ്നമുള്ളത്? നമ്മുടെ സ്ഥാനങ്ങളും നമ്മുടെ മാനങ്ങളും നമ്മുടെ മഹത്വങ്ങളും തറവാടിത്തങ്ങളും മറ്റുള്ളവരോട് ശൈലിയായി വാക്കുകളായി പുറത്തു വരുമ്പോൾ നമ്മുടെ പെരുമാറ്റം നന്നാവൂല. നമ്മുടെ വർത്താനം പറയാൻ ഒരാളും ഇഷ്ടപ്പെടുകയുമില്ല. എന്താണ് വസ്തുത? നാലാമത്തൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ പറയുന്ന കാര്യം ആളുകളോട് പറയുമ്പോൾ ആ സംസാരത്തിലൊരു ഗുണകാംക്ഷ വേണം. എനിക്ക് ഗുണമില്ലാത്ത എന്തിനാ ഞാൻ കേൾക്കണത്? നമ്മൾ മറ്റുള്ള ഒരാളിൽ നിന്ന് എന്തെങ്കിലും കേൾക്കേണ്ടി വരുമ്പോൾ അതിൽ എനിക്കൊരു ഗുണം വേണ്ടേ, ഒരു പ്രയോജനം വേണ്ടേ? എന്ത് പറയുമ്പോൾ നമ്മുടെ ഒരു ഉപദേശം പറയുകയാണെങ്കിൽ എല്ലാവരും ഉപദേശിക്കുകയാണെന്ന് പറയും. എന്താ ഉപദേശം എന്ന് പറഞ്ഞാൽ സൗമ്യമായ വാക്കുകളില്ലാത്ത, സൗമ്യമായ ശൈലിയില്ലാത്ത ഒന്നിനെയും ഉപദേശം എന്ന് വിളിക്കാൻ പറ്റും. മൗഇലത്തുൻ ഹസന എന്നാണ്. നല്ല ഉപദേശം, ആളുകൾക്ക് ഗുണകാംക്ഷ തോന്നുന്ന ഉപദേശമായിരിക്കും. വിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ടാ പറഞ്ഞത് നിങ്ങൾ, എന്റെ അടിമകളോട് പറയണം പ്രവാചകരെ, യഖൂലുല്ലത്തി ഹിയ അഹ്സൻ, അവർ നല്ലത് പറയട്ടെ, നല്ല വാക്കുകൾ പറയണം. നമ്മൾ പറയുന്നത് എപ്പോഴും എന്താണ്? നല്ലതായിരിക്കണം. ഇന്ന ശൈത്താന യൻസഖു ബൈനഹും, പിശാച് എപ്പോഴും നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വാക്കുകൊണ്ട് മാത്രമാണ്, സംസാരം കൊണ്ട് മാത്രം ഈ പ്രശ്നം. നല്ലത് പറയാൻ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ വാക്ക് പിഴക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങളും പരസ്പര ബന്ധങ്ങളെയും പിശാച് മനുഷ്യ സംസാരങ്ങളിൽ ഇടപെട്ട് അവന്റെ തെറ്റായ സംസാരങ്ങൾക്ക് പ്രേരിപ്പിച്ച് നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഫഖൂലാലഹു ഖൗലൻ ലയ്യിന, നീ നല്ല വാക്ക് പറയണം, സൗമ്യമായ വാക്ക് പറയണം. മൂസാ നബിയോട് ഹാറൂൻ എന്തിനാണ് നല്ല വാക്ക്?
എന്തിനാ നല്ല വാക്ക് സുഹൃത്തുക്കൾ? നല്ല വാക്ക് നമ്മുടെ വായിൽ നിന്ന് നമ്മുടെ മക്കളോടും കുടുംബത്തോടും ബന്ധങ്ങളോടും സുഹൃത്തുക്കളോടും വന്നാൽ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അപ്പോഴേ ഒരാൾ ചിന്തിക്കൊള്ളൂ എന്നാണ്. നമ്മൾ പറയുന്ന വാക്കിന് എന്തെങ്കിലും ഒരു വില കിട്ടണമെങ്കിൽ, അത് കേൾക്കുന്നവന്റെ മനസ്സിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തിനാണ്? അത് സൗമ്യമായ വാക്കാണ്. സൗമ്യതയില്ലാത്ത വാക്കും സംസാരവും നമ്മൾ പറയുമ്പോൾ ആ സംസാരം നേർവിപരീതങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് ബന്ധങ്ങളല്ല ഉണ്ടാക്കുക, ശത്രുതകളും വിരോധങ്ങളും ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ. ഉമ്മ മകളോട് പ്രകടിപ്പിച്ചത് പ്രകോപനമാണ്, തെറ്റ് ചെയ്തതിലുള്ള അമർഷം. തെറ്റ് ചെയ്തിട്ടുള്ള അമർഷവും തെറ്റ് ചെയ്തിട്ടുള്ള ദേഷ്യവും പ്രകടിപ്പിക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ഉദ്ഉ ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒരു ഹിക്മത്ത് വേണം. എന്താ ഹിക്മത്ത് പറഞ്ഞാൽ? നമ്മൾ എന്ത് പറയണം എന്ന് ആലോചിച്ച് പറയണം. ആലോചിക്കാതെ പറയണതൊന്നും ഉപദേശമാവും. ഇതൊക്കെ വൈകാരിക പ്രകടനങ്ങൾ മാത്രമാണ്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കണം ഒരു സെക്കൻഡ്. ആ ചിന്തിക്കുമ്പോ എല്ലാ ദേഷ്യമൊക്കെ പോയി. പിന്നെ അതെന്താ ചിന്തിക്കണത്? എന്തു പറയണം? അതാണ് ഹിക്മത്ത്. നല്ല അറിവോടുകൂടെ, നല്ല തത്വദീക്ഷയോടുകൂടെ എന്തു പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് പറയാം. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിക്കണോ? ഞാൻ എന്ത് പറയണം അതിനെതിരെ സംസാരിക്കുമ്പോൾ അത് ആലോചിച്ച് ചിന്തിച്ച് എന്ത് പറയണമെന്നാലും അത് വൈകാരികമാവും. വളരെ ബുദ്ധിപരമായും സ്നേഹത്തോടുകൂടി മാത്രമേ പറയൂ. വൽമൗഇദത്തുൽ ഹസന, നല്ല സതുപദേശങ്ങൾ. ചിലപ്പോൾ തർക്കിക്കണ്ടേ ഒന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പറയും. ആ തിരിച്ചു പറച്ചിൽ സൗമ്യമായ ഒരു സംഭാഷണത്തിലേക്ക് നയിക്കുന്ന അവിടെ സ്റ്റോപ്പാണ്. നമ്മൾ പറഞ്ഞൊരു കാര്യത്തിന് ഒരാളൊരു കൗണ്ടർ എതിര് പറഞ്ഞു വിചാരിക്കും. ആ എതിര് പറയുന്നതിന് അല്ലല്ലേ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന തർക്കങ്ങൾ മണിക്കൂറുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ഒരിക്കലും പറയാൻ പാടില്ലാത്തത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലൊരിക്കലും വിചാരിക്കാത്ത അബദ്ധങ്ങൾ, മറിച്ച് നമ്മുടെ വായിൽ നിന്ന് ആ തർക്കങ്ങളിൽ പുറത്തു വരും. പിന്നെ പിൻവലിക്കാൻ പറ്റാത്ത അതിൽ നല്ല നിലക്കല്ല സംഭാഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ നിർത്തണം. അല്ലെങ്കിൽ അത് വലിയ ആപത്തുകളും വലിയ വിപത്തുക്കളും വരിച്ചു നിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആ ഖുർആൻ പറഞ്ഞ ശൈലി നമ്മൾ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് സൗമ്യമാകും, നല്ല വാക്കുകൾ ഉപയോഗിക്കുക എന്നതിൽ ഏറ്റവും പ്രധാനം. മറ്റൊന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിക്കും, നിങ്ങൾ ആരെയെങ്കിലും അയാളുടെ തെറ്റിക്കേണ്ടി വരികയാണെങ്കിൽ ആദ്യം നിങ്ങളും അയാളും ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുടെ മുന്നിൽ നമ്മൾ ചീത്ത പറഞ്ഞാൽ അവിടെ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നല്ല അതൊരു കാര്യം. എപ്പോഴും മറ്റുള്ളവനെ അപമാനിക്കലാണ് പലരുടെയും ഉപദേശം. ഒരാൾക്കൊരു വ്യക്തിത്വം ഉണ്ടാവില്ല. അയാൾ തെറ്റ് ചെയ്തു, ശരി, ആ തെറ്റിന്റെ പേരിൽ അയാൾ അപമാനിക്കാൻ പാടില്ല. ഉലൈകല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം ഫഅഇദ് അൻഹും വഇൽഹും വഖുൽ ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗ. നീ അവരെ ഉപദേശിക്കണം. ഫീ അൻഫുസിഹിം, രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, സ്വകാര്യമായി പറഞ്ഞു. ആരോട് പറയണം? നോക്ക്, നിങ്ങൾ നമ്മുടെ ഭാര്യയെ നമ്മൾ ശാസിക്കണം, അത് മക്കളെ മുന്നിൽ എത്ര അപമാനകരമാണത്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ അധികാരമുണ്ട്. എന്തെങ്കിലും ദേഷ്യപ്പെട്ടെങ്കിൽ ആലോചിക്കണം. അവരെ ജീവന തുല്യം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന മക്കളെ മുന്നിൽ വെച്ചിട്ടാണ് ഒരു ഉമ്മ ചീത്ത കേൾക്കുന്നത്. എത്ര അപമാനകരമാണത്. ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ശാസിക്കുമ്പോൾ പോലും അത് മറ്റുള്ളവർക്കിടയിൽ വെച്ചാൽ 50 കുട്ടികൾക്കിടയിൽ കുട്ടിയെ സാക്ഷി 49 കുട്ടികൾക്കിടയിൽ ഒരു കുട്ടിയെ അപമാനിക്കുന്നു. എപ്പോഴെങ്കിലും ഒരു അധ്യാപകൻ അങ്ങനെ ചിന്തിച്ചു? 49 കുട്ടികൾക്ക് മുന്നിൽ വെച്ച് ഒരു കുട്ടിയെ അപമാനിക്കാൻ. അപ്പൊ ഖുർആൻ എത്ര മനഃശാസ്ത്രപരമാണ് പത്രം പറഞ്ഞത്. അത് രഹസ്യമാവണം. അത് മനസ്സിൽ സ്വാധീനിക്കുന്ന രഹസ്യമായി ആ ഉപദേശങ്ങൾക്ക് ഫലമുണ്ടാകുമെന്നാണ്. ആറാമത്തൊരു കാര്യം എന്താ വെച്ചാൽ, എങ്ങനെ നമ്മളോട് പ്രതികരിക്കുന്ന ആളുകളാണെങ്കിലും നമ്മൾ തിരിച്ചു പ്രതികരിക്കേണ്ടത് നന്മയോടാണ്. അപ്പൊ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ മോശമാവുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് മോശം. അങ്ങനാണ്
ജീവിതത്തിൽ എപ്പോഴെങ്കിലും നല്ല നിലക്ക് പെരുമാറുന്ന ആൾക്കാരാണെങ്കിലും അവർ മോശമായി പെരുമാറാണ്ടി വരുന്ന എപ്പോഴാണ് വേറെയുള്ള ആളുകൾ മോശമായി പെരുമാറുമ്പോഴാണ്. അപ്പൊ മറ്റുള്ളവർ മോശമായി പെരുമാറുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വലാത്തസ്തവിൽ ഹസനത്ത് വലസ്, ചീത്തയും നന്മയും ഒന്നല്ലല്ലോ, സമമല്ലല്ലോ. അതുകൊണ്ട് അവർ മോശമായിട്ട് പെരുമാറി. പക്ഷെ നമ്മൾ മോശമായിട്ട് പെരുമാറാൻ പാടില്ല. ഇത് അഹ്സൻ, നീ നല്ല നിലക്കാണ് അവരോട് പ്രതികരിക്കേണ്ടത്. ഇങ്ങോട്ട് മോശമായി പ്രതികരിച്ചാലും അങ്ങോട്ട് നല്ല നിലക്ക് എന്ത് ചെയ്യണം, നമ്മൾ പ്രതികരിക്കണം എന്നാണ്. അങ്ങോട്ട് നല്ല നിലക്ക് പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ പ്രതികരണങ്ങളിൽ എന്ത് ചെയ്യും, മാറ്റമുണ്ടാകുന്ന. പിന്നെ നമ്മൾ പറയണതിന് എന്തെങ്കിലുമൊക്കെ ഒരു വില ഉണ്ടാകണമെങ്കിൽ സുഹൃത്തുക്കൾ നമുക്കൊരു വില വേണം. അല്ലാതെ ആൾക്കാർ നമ്മൾ ഇവിടെ കേൾക്കൂല. നമുക്കൊരു വില വേണം. അവിടെങ്കിലും വർത്താനം പറഞ്ഞു, വിലയില്ലാത്ത വാക്കുകൾ പറഞ്ഞു നമ്മുടെ വില കളയരുത്. നല്ല വ്യക്തിത്വത്തോടു കൂടെ ജീവിക്കുന്ന ഒരാളെ മാത്രം. നമ്മൾ പിതാവാകാം, പക്ഷെ ഒരു പിതാവിന്റെ അധികാരം നമുക്ക് വരും നമ്മൾ നല്ലൊരു പിതാവാകുമ്പോൾ മാത്രം. ഭാര്യയ്ക്ക് നമ്മുടെ വാക്കുകൾക്ക് വില ഉണ്ടാവുക, നമ്മൾ അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാകുമ്പോഴാണ് നമ്മുടെ വാക്കിന് വിലയുണ്ടാവുക. നമ്മൾ വിലയുള്ളവരാകുമ്പോൾ മാത്രമേ നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ടാവൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാനല്ല, നല്ല വ്യക്തിത്വത്തോടു കൂടെ ജീവിക്കാൻ മനസ്സിലാക്കണം. പിന്നെ എന്തൊക്കെ പറഞ്ഞൊക്കെ എതിരും സംസാരിച്ചാലും സുഹൃത്തുക്കളെ ഒരിക്കലും പറയരുത്, ഇല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക. ഏറ്റവും ചീത്ത പറയാം. എങ്ങനെ പറയാൻ പറ്റുക? അങ്ങനെ ഒരു വാക്ക് അയാളെ വായിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അയാൾ എത്രമാത്രം മോശപ്പെടും. ചീത്ത പദങ്ങൾ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആളുകൾ തെറി വിളിച്ചു പറയണം. ആൾക്കാരുടെ പരസ്യമായി പറയാൻ കഴിയുന്ന ഇതിലുണ്ടെങ്കിലേ വരൂ, അപ്പോഴായിട്ട് വരൂ. ഒരാൾ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണ് നമുക്ക് എപ്പോഴും മനസ്സിലാവുക. ആ വ്യക്തിയുടെ യഥാർത്ഥ രൂപം, അയാൾ ഇതുവരെ നമുക്ക് മറച്ചു വെച്ച യഥാർത്ഥ രൂപം പുറത്തു വരുന്നപ്പോഴാണ് അയാൾ. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, ഈ ആയത്തുകളുടെ ഇടയ്ക്കിടയ്ക്ക് തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് വൻ ദോഷം ഏത് മനുഷ്യനെ പറ്റി വൻപാപങ്ങൾ പ്രവർത്തിക്കാൻ മായ കാര്യങ്ങൾ അവർക്ക് ദേഷ്യം വന്നാൽ അവരെന്തരും പെരുമാറ്റ തകരാറിന്റെ ഇതിനോട് ഉപദേശം ചോദിച്ചോട് എല്ലാ തകർന്ന് കോപിക്കാതെന്നാണ്. ദേഷ്യപ്പെടില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ പെരുമാറ്റങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദേഷ്യപ്പെടാൻ ആര് പ്രകോപിപ്പിച്ചാലും നമ്മൾ പ്രകോപിതരാകാൻ. സുഹൃത്തുക്കളെ, ഇതിലേതെങ്കിലുമൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പോലും നമ്മുടെ വ്യക്തിത്വത്തിന് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ബന്ധപ്പെട്ടവരുമായ ആളുകളുമായി നല്ലൊരു മാനസിക ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തത് ഇസ്ലാമികമായൊരു സ്വഭാവ പെരുമാറ്റ രീതിയെ നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ശരിയായ ഒരു പെരുമാറ്റ രീതി സ്വീകരിക്കുവാനും നല്ല പെരുമാറ്റങ്ങൾക്ക് ഉടമസ്ഥരാകാനും നാളെ പരലോകത്ത് ഏറ്റവും കനം തൂങ്ങുന്ന സ്വഭാവത്തിന്റെ ഉടമകളാകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു അപാരമായ സഹായമില്ലാതെ, നമുക്ക് എന്തൊക്കെ തന്നെ കഴിവുകളും സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹിൻ്റെ ഒരു സഹായം ഇല്ലാതെ ഒരു കാര്യം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മതപരമായ നിസ്കാരം, നോമ്പും ദീനിയായ കാര്യങ്ങളാണെങ്കിൽ പോലും അള്ളാഹുവോട് നമ്മൾ എപ്പോഴും സഹായം ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ നിസ്കാരം നിലനിർത്താൻ, നമ്മുടെ ദീനിയായ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ, നമ്മുടെ സ്വഭാവ ഗുണങ്ങളും വിശേഷണങ്ങളും ഒക്കെ ശരിയായി പ്രവർത്തിക്കാൻ നമ്മൾ പരിശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് നമുക്ക് വേണം. കാരണം എല്ലാറ്റിനും അള്ളാഹുവിൻ്റെ ഒരു ഖദറും ഖലാവുമുണ്ട്. അതിന് കീഴ്പ്പെട്ടുകൊണ്ട് എന്തും നമ്മളിൽ പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ സ്വഭാവം നന്നാക്കാനും നമ്മുടെ ജീവിതം ഏറ്റവും നല്ലതായിത്തീരാനും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനും അള്ളാഹുവിനുള്ള വിധേയത്വം ശരിയായ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനൊക്കെ
നമ്മൾ അള്ളാഹുവോട് എല്ലാ സന്ദർഭത്തിലും ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ സ്വഭാവത്തിലും കർമ്മത്തിലും വിശ്വാസത്തിലും എല്ലാം ഏറ്റവും നല്ലതിനെ സ്വീകരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ ഇന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാൻ. ധാരാളം ആളുകൾ ഈ ജുമാക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ പോലും വളരെ പ്രയാസകരമായ രോഗങ്ങളും ആകസ്മികമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങളൊക്കെ വന്നിട്ടുള്ള പല ആളുകളും നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹു ആത്മാർത്ഥമായി നമ്മളെല്ലാവരും നമ്മളൊരു വസിയത്ത് ചെയ്തു ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും നീ നീക്കി കൊടുക്കണം റഹ്മാൻ. എല്ലാ നല്ലതായ ഉദ്ദേശങ്ങളെയും കാര്യങ്ങളെയും ഞങ്ങൾക്ക് നീ സാക്ഷാത്കരിച്ച് തരണമെന്നാണ്. എല്ലാ കടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين.